അറബിക്കടലിന്റെ തിരമാലകൾ തലോടുന്ന ഈ മണ്ണിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വലിയ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത്. തീരദേശ ഹൈവേയുടെ നിർമ്മാണം മുതൽ ഹൈടെക് സ്കൂളുകളും അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ആശുപത്രികളും വരെ കയ്പമംഗലത്തിന്റെ മുഖഛായ മാറ്റിക്കഴിഞ്ഞു. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിലെ എടവിലങ്ങ്, എടത്തിരുത്തി, എറിയാട്, കയ്പമംഗലം, മതിലകം, പെരിഞ്ഞാനം, ശ്രീനാരായണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് കയ്പമംഗലം. മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടത്തിയത്. മണ്ഡലത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് അഴീക്കോട് മുനമ്പം പാലം. ഏകദേശം 160 കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ പദ്ധതിക്കായി കിഫ്ബി വഴി വകയിരുത്തിയിരിക്കുന്നത്. തൃശൂർ, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം തീരദേശ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. മണ്ഡലത്തിലെ സർക്കാർ ഓഫീസുകളെ ഏകോപിപ്പിക്കുന്നതിനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് ഏകദേശം 10 കോടി രൂപയിലധികം അനുവദിച്ചിട്ടുണ്ട്. 2024-25 കാലയളവിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ബജറ്റിൽ തുക നീക്കിവച്ചിരുന്നു. സംസ്ഥാനത്തെ തീരദേശ ഹൈവേയുടെ ഭാഗമായി കയ്പമംഗലം മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ഭാഗത്തിന്റെ വികസനത്തിനായി കിഫ്ബി വൻ തുക അനുവദിച്ചിട്ടുണ്ട്. ഓരോ റീച്ചിനും അനുസരിച്ച് തുകയിൽ വ്യത്യാസമുണ്ടാകാമെങ്കിലും മണ്ഡലത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇത് പ്രധാനമാണ്. ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിനെ മികവിന്റെ കേന്ദ്രമായി ഉയർത്താൻ 5 കോടി രൂപ കിഫ്ബി വഴി അനുവദിക്കുകയും നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. എടവിലങ്ങ് ഗവൺമെന്റ് സ്കൂൾ, ഗവൺമെന്റ് മാപ്പിള സ്കൂൾ, ചാമക്കാല ഗവൺമെന്റ് ഫിഷറി സ്കൂൾ, കയ്പമംഗലം തുടങ്ങിയ സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഏകദേശം 3 കോടി രൂപ വീതം ഓരോ സ്കൂളിനും അനുവദിച്ചിട്ടുണ്ട്.
തീരദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി നാട്ടിക ഫിഷറീസ് പ്രോജക്ടിന്റെ ഭാഗമായി മറ്റും നടപ്പിലാക്കുന്ന ശുദ്ധജല വിതരണ ശൃംഖലകൾക്കായി കിഫ്ബി സഹായം നൽകിയിട്ടുണ്ട്. 2025 ബജറ്റിൽ മണ്ഡലത്തിലെ വികസനത്തിനായി ആകെ 76 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇതിൽ ഒരു ഭാഗം കുടിവെള്ള പദ്ധതികൾക്കാണ്. അഴീക്കോട് പാലം, സിവിൽ സ്റ്റേഷൻ, സ്കൂളുകളുടെ നവീകരണം എന്നിവ വഴി മാത്രം ഏകദേശം 200 കോടി രൂപയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ കയ്പമംഗലം മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കി വരുന്നു. ആസൂത്രണ മികവിന്റെ ഉദാഹരണങ്ങളാണ് കയ്പമംഗലത്തെ വികസന പദ്ധതികൾ. ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുന്നതോടെ കയ്പമംഗലം പുതിയ മുഖത്തിലേക്ക് മാറും. അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും കയ്പമംഗലം കൈവരിച്ച നേട്ടങ്ങൾ നിസ്തുലമാണ്. തൃശൂർ ജില്ലയിലെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള പുരാതന തുറമുഖ നഗരമായ കൊടുങ്ങല്ലൂർ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വികസന കുതിപ്പ് നടത്തുകയാണ്. മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾമാരുടെ തലസ്ഥാനമെന്ന നിലയിലും പ്രസിദ്ധമാണ്. തനിമ ചോരാതെയുള്ള വികസനത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. നാളിതേവരെ മണ്ഡലം കാണാത്ത വികസന പദ്ധതികളാണ് കൊടുങ്ങല്ലൂരിൽ നടന്നുവരുന്നത്. മണ്ഡലത്തിൽ കിഫ്ബി വഴി നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് VR സുനിൽകുമാർ MLA പറഞ്ഞു. പ്രധാനമായും റോഡ്, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിലെ വികസനങ്ങൾക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി 20 കിലോമീറ്റർ ദൈർഘ്യമുള്ള അങ്കമാലി കൊടുങ്ങല്ലൂർ ബൈപ്പാസ് നിർമ്മാണം മണ്ഡലം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന പദ്ധതികളാണ് കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. നിരവധി സ്കൂളുകൾ മികവിന്റെ പാതയിലേക്ക് നടന്നു കയറുകയാണ്. നിയോജക മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബി വഴി 111.5 കോടി രൂപയാണ് ലഭിച്ചത്. 13 പദ്ധതികളിലായാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഇവയിൽ 2 പദ്ധതികൾ പൂർത്തിയാക്കുകയും ചെയ്തു. 3 പദ്ധതികൾ നിർമ്മാണ പുരോഗതിയിലും. അവശേഷിക്കുന്നവ പ്രാരംഭ അനുമതി ഘട്ടത്തിലുമാണ്. കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസനമാണ് ഇതിൽ പ്രധാനം. ആധുനിക സൗകര്യങ്ങളുള്ള
കെട്ടിടങ്ങളും ലബോറട്ടറി സൗകര്യങ്ങളും ലഭ്യമായി. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപയാണ് ചെലവഴിച്ചത്. പുത്തഞ്ചിറ കിഴക്കുമുറി ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിച്ച മറ്റൊന്ന്. 1 കോടി രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. പുല്ലൂറ്റ് KKTM കോളേജിലെ പുതിയ അക്കാദമിക് ബ്ലോക്ക് 6.224 കോടി രൂപ. കൊടുങ്ങല്ലൂർ കമലേശ്വരം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 3 കോടി രൂപ. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ബോയ്സ് കെട്ടിട നിർമ്മാണത്തിന് 3 കോടി രൂപ എന്നിവയും വിദ്യാഭ്യാസ മേഖലയിലെ നാഴികക്കല്ലായി മാറി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സമാന്തര പാലം 24.49 കോടി രൂപ. പറയൻ തോടിന് കുറുകെയുള്ള പാറക്കൂട്ടം പാലം 35.7 കോടി രൂപ. ഗോതുരുത്ത് കരുപ്പടന്ന പാലം 3.139 കോടി രൂപ. കുണ്ടൂർ കുത്തിയതോട് പാലം 14.774 കോടി രൂപ എന്നിവയും വികസന വഴികളിൽ തലയെടുപ്പോടെ നിൽക്കുന്നതാണ്. കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂളിനായുള്ള ഹൈടെക് കെട്ടിടം 5.228 കോടി രൂപ. പുല്ലൂറ്റ് VK രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ, പുത്തഞ്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ 1 കോടി രൂപ വീതം അനുവദിച്ചതും വികസന പന്ഥാവിലെ എടുത്തു പറയത്തക്ക നേട്ടങ്ങളാണ്. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്നതോടൊപ്പം സമഗ്ര മേഖലയിലും കടന്നു ചെല്ലുന്ന വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടന്നുവരുന്നത്. മണ്ഡലത്തിന്റെ സ്പന്ദനം അറിഞ്ഞുള്ള പദ്ധതികൾ നടപ്പാക്കുക വഴി കൊടുങ്ങല്ലൂരിൽ വികസന സൈറൻ മുഴക്കി മുന്നേറ്റം തുടരുകയാണ്. മണ്ഡലത്തിന്റെ സ്പന്ദനം അറിഞ്ഞുള്ള പദ്ധതികൾ നടപ്പാക്കുക വഴി കൊടുങ്ങല്ലൂരിൽ വികസനം സൈറൻ മുഴക്കി മുന്നേറ്റം തുടരുകയാണ്.